5 തരത്തിലാണ് സ്വതക്കിന്റെ കൂലി ഉണ്ടാവുക. ഒന്നിന് 10 കൂലി കിട്ടുന്ന സ്വതക്ക. ആരോഗ്യമുള്ള ആൾക്ക് സ്വതക്ക കൊടുത്താൽ ഒന്നിന് 10 കൂലിയ. നമ്മളിങ്ങനെ ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ സുഹൃത്തിന് ഒരു ലൈം സോഡ വാങ്ങിക്കൊടുത്തു, 10 ലൈം സോഡ വാങ്ങിക്കൊടുത്ത കൂലിയ. പിന്നെ ഫോൺ വിളിച്ചാൽ ചോദിക്കരുത് അന്നത്തെ 10 ലൈം സോഡ എങ്ങനെ ഉണ്ട്, അത് ചോദിക്കണ്ട, കൂലിയാ പറയുന്നത്. ആരോഗ്യമുള്ള ആൾക്ക് സ്വതക്ക കൊടുത്താൽ 10 കൂലി. ഇനി രോഗമുള്ള ആൾക്ക് സ്വതക്ക കൊടുത്താലോ 90 കൂലി. ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, കാഴ്ച കുറവുള്ള ഒരു മനുഷ്യൻ പുറത്ത് സഹായത്തിനുണ്ട്, നിങ്ങൾ പറ്റുന്നവരൊക്കെ കഴിയുന്ന പോലെ സ്വതക്കാണ്. 1 രൂപ കൊടുത്താൽ തന്നെ 90. കൂട്ടിക്കോ, നല്ലോണം കൂട്ടിക്കോ. ഒരു 10 എണ്ണം ആലോചിക്ക്. ഒരു 500 രൂപ മുപ്പർക്ക് കൊടുത്താൽ ഇൻറ്റു 90 വെറുതെ ആലോചിക്ക്. അസുഖമുള്ള ആൾക്ക് കൊടുത്താൽ 90 കൂലിയാണ്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, കുടുംബക്കാരിലെ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്താൽ 900 കൂലിയാണ്. 900 കൂലിയാ കുടുംബത്തിന് സ്വതക്ക കൊടുത്താൽ. ഒരു മനുഷ്യൻ ആഖിറത്തിലെത്തുമ്പോൾ നന്മന്റെ തട്ടിൽ ആദ്യം വെക്കുന്നത് അന്നഫഖത്തു അലൽ ഇയാൽ, കുടുംബത്തിന് വാങ്ങിക്കൊടുത്തതാ. വത്തക്ക, ഫ്രൂട്ട്സ്. ഇടക്ക് അങ്ങനെല്ലാം ഭർത്താക്കന്മാർ വാങ്ങിക്കൊടുക്കും. ഇടക്ക് ടൗണിൽ നിന്നെല്ലാം പോകുമ്പോൾ ഭാര്യനോട് പറയാ, ഇന്നൊരു സാധനം എനിക്ക് വാങ്ങിയിട്ടാ വരുന്നത്, അങ്ങനെ കൊടുക്കണം. നാലാമത്തെ സ്വതക്കന്റെ കൂലി 1 ലക്ഷം കൂലി കിട്ടും. അതായിരിക്കാം ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്ക കൊടുത്താൽ. സുബ്ഹാനല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും സമ്പത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കൊടുക്കണം. 1 ലക്ഷം കൂലിയാണത്. അത് ഉപ്പിയുമ്മി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടൂലല്ലോ. അത് അവരുടെ പേരിൽ കൊടുക്കലല്ലേ നടക്കുള്ളൂ, നേരിട്ട് അവർക്ക് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തത് സ്വതക്കന്റെ കൂലി. അഞ്ചാമത്തത് നോക്കുമ്പോ 9 ലക്ഷം കൂലി കിട്ടും. ആർക്ക് കൊടുത്താലെന്നറിയാം? ഇൽമിന്റെ അഹ്ലുകാർക്ക് കൊടുത്താൽ. ഇൽമിന്റെ അഹ്ലുകാർക്ക് സ്വതക്ക കൊടുത്താൽ എന്തിനാ ഇത്രയും കൂലി എന്നൊരു ചർച്ച ഉണ്ട് ഗ്രന്ഥത്തില്. അതിന് മറുപടി, അവരേറ്റവും ടോപ്പിലെ അത് ചെലവാക്കുള്ളൂ. ഒരു മുത്തഅല്ലിം 5ാം വർഷം ദഅവാ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 500 രൂപ കൊടുത്ത ഓനാണെങ്കിൽ 2ാം ഭാഗം മഹല്ലി വാങ്ങാൻ പൈസ ഇല്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഷറഫുൽ മിൻഹാജ്, കൻസുർ റാഗബീന്, ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹിയുടെ. അപ്പോഴാ 500 രൂപ ആരോ കൊടുക്കണത്. അതും ആ പൈസ കിട്ടിയാൽ മൂപ്പര് ആ കിതാബ് വാങ്ങും. ആ കിതാബ് കൊണ്ട് മൂപ്പര് എത്ര പഠിക്കും. അങ്ങനെ മൂപ്പര് ഒരു മുദരിസായി ആയിരങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കും. അതിന്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടും. അതാണ് ഇൽമിന്റെ അഹ്ലുകാർക്ക് 9 ലക്ഷം. ഈ ആശയം ബിഗ്യത്തുൽ മുസ്തർശിദീൻ എന്ന കിതാബിലുണ്ട്. അത് ഇമാം സുയൂത്തി റളിയല്ലാഹു ഖുമാസിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. അൽ ഫവായിദുൽ മുഖ്താറിലൊക്കെ കാണാവുന്നതാണ്. അള്ളാഹു നമുക്ക് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ.